ഈ ഊണിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ചിക്കൻ വരട്ടിയത് എങ്ങനെ ഉണ്ടാകും? എന്നാൽ ഇതിനെ തികച്ച് നാടൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് നാടനേക്കാളും ഈസിയാണ്, എന്നാൽ അതിനേക്കാളും ടേസ്റ്റിയുമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വെച്ച ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ. ഈ കാശ്മീരി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ഞാൻ ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം. നിങ്ങളുടെ അടുത്ത് പൊടിയാണ് ഉള്ളതെങ്കിൽ അങ്ങനെയും ഇടാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2-3 സ്പൂണ് ചെറുനാരങ്ങ നീര്, ഒരു മീഡിയം സൈസുള്ള ലെമൺ ഞാൻ സ്ക്വീസ് ചെയ്തതാണ് ഇത്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ചിക്കനിൽ തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് ഒരു ഏകദേശം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലോട്ട് ഈ മസാലകളെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ശുദ്ധമായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് നടു കീറിയതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ടോട്ടൽ 1 ടേബിൾ സ്പൂണോളം ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു 1/2 പിടിയോളം മല്ലിയില, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ വീണ്ടും ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കാശ്മീരിയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതിലിടുക. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളം മാത്രം ഇതിലോട്ട് തന്നെ ഒഴിക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മറിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇനി വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷെ ഞാൻ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കുകയാണ്. ഇവിടെ ഉള്ളവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ എങ്ങനെ, സംഭവം എളുപ്പമല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ശരി എന്നാ.